എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൃഷ്ടിയുടെ സംഹാരകരും ദയാലുവുമായ ശ്രീ മഹാദേവനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ് എന്ന് ഈ അധ്യായത്തിൽ പറയാം. അതുപോലെ ശ്രീ മഹാദേവനെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നും പറയാം. വളരെ പെട്ടെന്ന് പ്രസന്നനാകുന്ന മഹാദേവനെ ആരാധിക്കുന്ന മനുഷ്യർ ജീവിതത്തിൽ സുഖത്തെയും മോക്ഷത്തെയും പ്രാപ്തമാക്കുന്നു. ശ്രീ മഹാദേവന്റെ മുന്നിൽ, അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പരമേശ്വരന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പാടുള്ളതല്ല. കാരണം മഹാദേവൻ രാജാതിരാജനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രജകളും. അദ്ദേഹത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പാടില്ല. സ്വപ്നത്തിൽ മഹാദേവനെ കണ്ടാൽ വലിയ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, ശിവഭഗവാൻ താണ്ഡവമാടുന്നതായി സ്വപ്നം കണ്ടാൽ, അതുപോലെ ശ്രീ മഹാദേവന്റെ ജടയിൽ ചന്ദ്രക്കലയെയാണ് കാണുന്നതെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെ എന്നിങ്ങനെ. സ്വപ്നത്തിൽ ശിവഭഗവാനെ കാണുന്നത് വളരെ ശുഭകരമായ ഒരു സ്വപ്നമാണ്. ശിവഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് വേഗം തന്നെ അറുതിയുണ്ടാകും എന്ന്. ഇനി സ്വപ്നത്തിൽ ശിവഭഗവാനെ വിഭിന്ന രൂപത്തിലും ഭാവത്തിലും കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ശിവഭഗവാന്റെ ജടയിൽ ചന്ദ്രകലയെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ജ്ഞാനവൃദ്ധിയാണ് ഫലം. അതായത് അറിവ് വർദ്ധിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി, ശിവഭഗവാനെയും ശ്രീ പാർവതിയെയും ഒരുമിച്ച് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, ധനധാന്യങ്ങളുടെ പ്രാപ്തിയും അതുപോലെ പുതിയ അവസരങ്ങൾ വന്നു ചേരും എന്നതിൻ്റെയും സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ സ്വപ്നത്തെ അവിവാഹിതരാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, വിവാഹത്തിന് വേഗം തന്നെ നല്ല ബന്ധം വരുമെന്നും ഇത് സൂചന നൽകുന്നു. അർദ്ധനാരീശ്വരനെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിലോ ഈ സ്വപ്നം ആഗ്രഹപൂർത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് വേഗം സഫലമാകും എന്നതാണ് അർദ്ധനാരീശ്വരനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലം. ശിവഭഗവാൻ താണ്ഡവമാടുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുമെന്ന്. ശിവാലയത്തെ അഥവാ ശിവക്ഷേത്രത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, അസുഖങ്ങളിൽ നിന്ന് മുക്തിയും അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുകയും ലഭിക്കുമെന്ന്. ശ്രീ മഹാദേവന്റെ തൃശൂലത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ശത്രുക്കളിൽ മേൽ വിജയം, ശത്രു ഏറ്റവും നല്ല മിത്രമാകുന്നതും അതുപോലെ ബാധാദോഷങ്ങൾ അകലും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ശിവഭഗവാന്റെ ഉടുക്കിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് സന്തോഷ വാർത്ത ലഭിക്കുമെന്നും അതുപോലെ സൽസന്താന പ്രാപ്തിയും ഉണ്ടാകുമെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. മഹാദേവന്റെ തൃക്കണ്ണ് തുറക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഏതോ ദുരന്തം ഒഴിവായെന്നും നിങ്ങളുടെ ശത്രുവിന്റെ നാശം സംഭവിക്കുമെന്നും മനസ്സിലാക്കുക. ശിവഭഗവാന്റെ കഴുത്തിൽ പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ ക്രോധത്തെ നിയന്ത്രണത്തിലാക്കി അതിന്മേൽ വിജയവും ധനലാഭത്തിന്റെയും സൂചനയാണ്. സ്വപ്നത്തിൽ ശിവലിംഗം കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, ധനലാഭവും അതുപോലെ അസുഖങ്ങളിൽ നിന്ന് മുക്തിയും നേടുമെന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ശിവകുടുംബത്തെ മുഴുവനും സ്വപ്നത്തിൽ കണ്ടാൽ നാനാഭാഗത്തു നിന്ന് ലാഭവും അതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുമെന്നതിന്റെയും കുടുംബത്തിനോടൊപ്പം അധികം സമയം ചെലവാക്കാൻ സാധിക്കുമെന്നതിന്റെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ശ്രീ മഹാദേവന്റെ ജടയിൽ നിന്ന് ഗംഗ ഒഴുകുന്നതായി കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ഇനി മുതൽ ധാർമ്മിക പ്രവർത്തികൾ ചെയ്യുമെന്നതിന്റെയും തീർത്ഥയാത്രയ്ക്ക് പോകും എന്നതിന്റെയും സൂചനയാണ് നൽകുന്നത്. ശിവലിംഗത്തിൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്നതായാണ് സ്വപ്നം കണ്ടാൽ ഇത് വളരെ ഭാഗ്യദായകമായ ഒരു സ്വപ്നമായി കരുതുക. ഈ സ്വപ്നത്തിന്റെ ഫലം ഇതാണ്: ഏറ്റവും വലിയ ധനവാന്മാരുടെ ശ്രേണിയിൽ നിങ്ങൾ എത്തിച്ചേരും എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്.
ശ്രീ മഹാദേവനെ ധ്യാനത്തിലിരിക്കുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക മനഃശാന്തിയും അതുപോലെ ആത്മജ്ഞാനവും പ്രാപ്തമാകും എന്ന്. അതുപോലെ ഈ സ്വപ്നം കണ്ടാൽ ഇനിയുള്ള ജീവിതത്തിൽ സന്തുലനാവസ്ഥയും സ്ഥിരതയും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു. ശ്രീ മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഇത് വളരെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു ഭാഗ്യ സ്വപ്നമായി കണക്കാക്കുന്നു. ഇതിന്റെ ഫലം ഇതാണ്: മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും അതുപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുമെന്നും വരും കാലത്ത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നതിനെയുമാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. മഹാദേവൻ നന്ദികേശന്റെ പുറത്ത് സഞ്ചരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെയും അതുപോലെ ശാന്തിയും സമാധാനവും പ്രാപ്തമാകും എന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നു. ശ്രീ മഹാദേവന്റെ രൗദ്ര രൂപത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ശക്തികളെ ഉണർത്തും എന്നതിനെയും നിങ്ങളുടെ ഏത് വിപരീത പരിതസ്ഥിതിയും മറികടക്കാനുള്ള ഊർജം ലഭിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ശിവഭഗവാൻ സമുദ്രമഥനം അതായത് പാലാഴി കടയുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഏതെങ്കിലും വിപത്തുകളിൽ നിങ്ങൾ ചെന്ന് ചാടുകയും അതിൽ നിന്ന് കരകയറിയതിനു ശേഷം ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നത് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ശിവപാർവതിമാരുടെ വിവാഹമാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുമെന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രേമം, സന്തോഷം എന്നിവ പ്രാപ്തമാകും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. മഹാദേവനെയും നന്ദികേശനെയും ഒരുമിച്ച് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ സഹായത്തിനായി ആളെ ലഭിക്കുമെന്നും നല്ല മിത്രത്തെ ലഭിക്കുമെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ജീവിത വിജയത്തിനായി മറ്റുള്ളവർ നിങ്ങളോടൊപ്പം ചേരും എന്നതും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. മഹാദേവൻ സ്വയം ശിവലിംഗം പൂജിക്കുന്നതായി കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ഭഗവാന്റെ ഭക്തിയിലൂടെ പേരും പ്രശസ്തിയും നേടുമെന്ന്. ഭഗവാനെ കൈലാസത്തിൽ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ആത്മീയ ജ്ഞാനം പ്രാപ്തമാകുമെന്നും അതിലൂടെ ലോക പ്രശസ്തി ഉണ്ടാകുമെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. മഹാദേവനെ വിഷം കുടിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് മോശം പരിതസ്ഥിതിയെയും മറികടക്കാനുള്ള ക്ഷമത നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. മഹാദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഗണപതി ഭഗവാനോടൊപ്പവും കാർത്തികേയനോടൊപ്പവും കളിയിൽ ഏർപ്പെടുന്നതായി കാണുന്നുവെങ്കിൽ ജീവിതത്തിൽ അപാര ധനപ്രാപ്തിയും അതുപോലെ കുടുംബത്തിൽ സന്തോഷവും ഐക്യതയും കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. മഹാദേവനെ രുദ്രാക്ഷം അണിഞ്ഞ രൂപത്തിൽ സ്വപ്നത്തിൽ കണ്ടാൽ ആധ്യാത്മിക ഉന്നതിയും അതുപോലെ ആത്മശുദ്ധിയും ലഭിക്കുന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇനി ശിവഭഗവാനെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ ശിവഭക്തനാണ് എങ്കിൽ ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ശിവഭക്തനല്ല എങ്കിൽ ശിവഭഗവാനെ സ്വപ്നത്തിൽ കണ്ടാൽ പിറ്റേ ദിവസം തന്നെ ശിവാലയത്തിൽ ദർശനം നടത്തുകയും അന്ന് മുതൽ തന്നെ ശിവഭക്തനായി മാറുകയും വേണം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.